അല്ല, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം തുടരട്ടെ, ഇങ്ങനെ തന്നെ പോട്ടെ. നന്നായാൽ നമുക്കല്ലേ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ 2-3 മാസമുള്ളൂ, നന്നായുള്ള സമയമില്ല. അവർ നന്നായാൽ നമുക്കല്ലേ ബുദ്ധിമുട്ട്. നമ്മളെന്തിനാ വഴി പറഞ്ഞു കൊടുക്കണം? ഇനി ഞങ്ങൾ പറയാം, കേരളം നന്നാക്കാനുള്ള വഴികൾ ഞങ്ങൾ പ്രഖ്യാപിക്കും ജനുവരി. കേരളത്തിന് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ കേരളത്തിൽ ഇന്നേ വരെ ഒരു മുന്നണിയും പറയാത്ത കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് ഞങ്ങൾ പറയും. ഞങ്ങൾ 1-1.5 വർഷമായിട്ട് അതിനുവേണ്ടി, കേരളത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു മുന്നണി ഭാവി കേരളത്തെക്കുറിച്ചുള്ള നല്ലത് സംസാരിക്കുക. അത് ജനുവരി പറയാം. അതെ, എപ്പോഴേ തുടങ്ങി. മലപ്പുറത്ത് ഉൾപ്പെടെ പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥയുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ഉൾപ്പെടെ ഗുണം ചെയ്തു. അവർ ടീം UDF, നിങ്ങൾ 2020-ലും 2015-ലും സാമ്പാർ മുന്നണിയായിരുന്നു മലപ്പുറത്ത്. UDF-ഉം LDF-ഉം അല്ല, മുസ്ലിം ലീഗും കോൺഗ്രസും CPM ഒക്കെ കൂടിയേ. പറയാം, അതൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ടീം UDF എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പല കാര്യം അപ്പം ഗൗരവത്തിൽ എടുക്കാറില്ല. അതാണ് പ്രശ്നം. ടീം UDF എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. എന്ന് മലപ്പുറത്ത് കണ്ടില്ലേ, ടീം UDF ആയപ്പോൾ ഒരാൾ വേണ്ട അപ്പുറത്ത്. CPM-ന് ഒരു സീറ്റില്ല ജില്ലാ പഞ്ചായത്തിൽ. അതാണ് ആ ടീം UDF-ന്റെ ഇഫക്റ്റ്. എറണാകുളത്തൊക്കെ സ്ഥിതി എന്താ? 3 അത് നോമിനേഷൻ തള്ളിപ്പോയതാ. ഒരെണ്ണം ഞങ്ങളുടെ നോമിനേഷൻ തള്ളിപ്പോയി. ശരിക്കും 2 സീറ്റാ. അതൊക്കെ ഇതിനൊരു സമയവും പ്രൊസീജിയറും കാര്യമുണ്ടല്ലോ. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെല്ലാം കൂട്ടായ നേതൃത്വമാണ്. ഞങ്ങളുടെ കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ, എല്ലാവരുടെയും ആലോചിച്ച് ചെയ്യുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്, അത് തീരുമാനിക്കും. ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച വോട്ടിംഗ് ദിനത്തിൽ പോലും. അതുൾപ്പെടെ അവർക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. ആ വിഷയത്തിലേക്ക് അവരാണ് പ്രതിരോധത്തിലായത്. കോൺഗ്രസ്, ഞാൻ അപ്പം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, കോൺഗ്രസ് തല ഉയർത്തിയാണ് നിൽക്കുന്നത് അഭിമാനത്തിൽ. ആരാ പ്രതിക്കൂട്ടിൽ? സ്ത്രീലമ്പടന്മാർ എന്ന് ഞാൻ വിളിച്ചപ്പോൾ മന്ത്രിസഭയിൽ എത്ര സ്ത്രീലമ്പടനുണ്ടെന്ന് ഞാൻ ചോദിച്ചു. MLA-മാരിൽ എത്ര LDF MLA-മാരിൽ എത്ര സ്ത്രീലമ്പടന്മാരുണ്ടെന്ന് ചോദിച്ചു. സ്വന്തം ഓഫീസിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. കൃത്യം കൃത്യം അല്ലേ? എന്തൊരു മനുഷ്യനാണ് ഇയാള് അല്ലേ? അത് അങ്ങ് അംഗീകരിച്ച് കൊടുത്തേ മതിയാകൂ, അഭിനന്ദിച്ചേ മതിയാകൂ, കൈയടിച്ചേ മതിയാകൂ. കാരണം ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട്, നേതാവിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെ ഇത്ര വ്യക്തമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കിയതുമായ ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിൽ ജനം പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ പിണറായി സർക്കാർ രാഹുൽ മാങ്കൂട്ടം വിഷയം മുന്നിൽ വെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതിന്റെ ഒരു ദുരവസ്ഥ എത്രത്തോളമാണെന്ന് ആലോചിച്ച് നോക്കൂ. കാരണം 10 വർഷം കേരളം ഭരിച്ച ഒരു സർക്കാർ, ഒരു മുന്നണി, ഒരു പാർട്ടി, ആ പാർട്ടി 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ പാർട്ടിക്ക് തങ്ങളുടേത് എന്ന് പറയാൻ നേട്ടങ്ങളോ വികസനങ്ങളോ കാഴ്ചപ്പാടുകളോ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ മുന്നിൽ വെക്കാനില്ലാതെ വരികയും, എന്നാൽ നേട്ടങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല, കോട്ടങ്ങൾ ഒരുപാടുണ്ട് താനും. കോട്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വിവാദം ഉണ്ടാവുന്നതും പൊട്ടിപ്പുറപ്പെടുന്നതും. പക്ഷേ അത് കോൺഗ്രസിനെ അടിക്കുവാനുള്ള ആയുധമായിരുന്നു എങ്കിൽ ആ ആയുധം തലക്ക് മുകളിൽ വന്നു നിന്ന വാള് എടുത്ത് തിരിച്ചടിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രത്യേകത. ഈ വിഷയത്തിൽ ഡിസംബർ 11-ന് 2ാം ഘട്ട പോളിംഗ് കണ്ണൂർ, ഈ വടക്കൻ ജില്ലകളിൽ നടക്കുമ്പോൾ അവിടെ കണ്ണൂരിൽ വോട്ട് ചെയ്തിട്ട് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കാണ് സ്ത്രീ ലംബടന്മാർ. തിരിച്ചടിച്ചു സതീശൻ ഓൺ ദ സ്പോട്ടില്. സതീശൻ ചോദിച്ചു, നിങ്ങളുടെ ഓഫീസിൽ എത്ര സ്ത്രീ ലംബടന്മാരുണ്ട്? നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? നിങ്ങളുടെ മന്ത്രിസഭയിൽ എത്ര ആളുകളുണ്ട്? നിങ്ങളുടെ നിയമസഭയിൽ, നിങ്ങളുടെ ബെഞ്ചിൽ, ട്രഷറി ബെഞ്ചിൽ എത്ര പേരുണ്ട് എന്ന് സതീശൻ ചോദിച്ചു. അത് ജനം എണ്ണി തിട്ടപ്പെടുത്തി എന്നുള്ളതാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓഫീസിൽ വന്നാൽ പി ശശിയുണ്ട്. KTDCയുടെ ആസ്ഥാനത്ത് പോയ അവിടെ PK ശശിയുണ്ട്.
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭയിലേക്ക് വന്നാൽ ഗണേഷ് കുമാറും AK ശശീന്ദ്രനും അടങ്ങുന്ന ഒരു സംഘം അവിടെയുണ്ട്. ഇനി ട്രഷറി ബെഞ്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ അവിടെ കടകംപള്ളിയും KT ജലീലും മുകേഷും അടങ്ങുന്ന ഒരു വലിയ നിര തന്നെ അവിടെയുമുണ്ട്. AKT സെന്ററിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ മറ്റു ചില ആളുകളുണ്ട്, തോമസ് ഐസക്കിനെ പോലെയുള്ള. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വോട്ട് ചെയ്ത് ഇറങ്ങി പോളിംഗ് ബൂത്തിന് മുന്നിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് അയാൾക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോ ഒരു വിരൽ അയാൾക്ക് നേരെയും ബാക്കിയുള്ള 4 വിരൽ സ്വന്തം പിണറായി വിജയൻ സ്വന്തം ശരീരത്തിന് നേരെയുമാണ് ചൂണ്ടിയത് എന്നുള്ളത് ജനം വിധി എഴുതിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ CPM, പിണറായി വിജയൻ, LDF, പിണറായി വിജയന്റെ ശിങ്കിടികൾ, മുട്ടിലിഴയുന്ന സ്തുതിപാഠകർ അവരൊക്കെ നേരിട്ടത്, അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത് വെറും ഒരൊറ്റ വിഷയം മാത്രമാണ്, രാഹുൽ മാങ്കൂട്ടം വിഷയം. ജനം എന്തു പറഞ്ഞു? ജനം പറഞ്ഞു ഇവിടെ അവിഹിതങ്ങൾക്ക് അതുപോലെ തന്നെ ഭ്രൂണങ്ങൾക്ക്, ഗർഭങ്ങൾക്ക്, ഗർഭചിത്രങ്ങൾക്ക്, ഈ പറയുന്ന പൈങ്കിളി കഥകൾക്ക് കേരളത്തിന്റെ മനസ്സിൽ സ്ഥാനമില്ലെന്ന് ജനം തിരിച്ചറിയുന്ന ഒരു ഘട്ടമല്ലേ ഉണ്ടായത്. ജനം ചർച്ച ചെയ്തത് മറ്റു പലതുമായിരുന്നു. അവിടെ ശബരിമല ഉണ്ടായിരുന്നു, വെള്ളക്കരം ഉണ്ടായിരുന്നു, വൈദ്യുതി ബില്ലുണ്ടായിരുന്നു, കെട്ടിട നിർമ്മാണ ഫീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ രാജ്യത്ത്, ഈ കേരളത്തില് സാധാരണക്കാരനെ പിടിച്ചുലക്കുന്ന വിലക്കയറ്റം ഉണ്ടായിരുന്നു. തക്കാളിയുടെയും പച്ചക്കറികളുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ വില വർധന ഉണ്ടായിരുന്നു. അങ്ങനെ ജനത്തിന് വേണ്ട വിധം ചർച്ച ചെയ്യാൻ ഒരുപാടധികം വിഷയമുണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ അവന്റെ നിത്യജീവിതത്തെ എന്തു ബാധിക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്തു. അത് തന്നെയാണ് പിണറായി വിജയന്റെ കർണത്തേറ്റടി. ഇവിടെ രാഹുൽ മാങ്കൂട്ടം, അത് കോൺഗ്രസിന്, രാഹുൽ മാങ്കൂട്ടം വിവാദം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏത് രീതിയിൽ ബാധിച്ചു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അഡ്വാൻറ്റേജ് ആയി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ, വലിയ നേട്ടമായി എന്നുള്ളതാണ്. കാരണം ഒരു ആരോപണം വരുന്നു, പലപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തകര്, UDFന്റെ പ്രവർത്തകര് വലിയ രീതിയിൽ മുറവിളി കൂട്ടുന്നത്. കാരണം രാഹുലിനെതിരെയുള്ള പരാതിയിൽ, നടപടിയിൽ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ചിലയിടങ്ങളിലൊക്കെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അതൊരു മാതൃകാപരമായ സമീപനമായി അതിനെ കണ്ടു, നടപടിയായി ഇതിനെ കണ്ടു എന്നുള്ളതാണ്. കാരണം CPM-ഉം LDF-ഉം ചെയ്യുന്നത് പോലെ കോടതി തീരുമാനിക്കട്ടെ എന്നൊന്നും പറഞ്ഞ് ഇങ്ങനെ പ്രതിരോധിച്ചും ന്യായീകരിച്ചും മുന്നോട്ട് പോയില്ലെന്ന് മാത്രമല്ല, കോടതിക്ക് മുന്നിലേക്ക് പരാതി എത്തുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഒരു പാർട്ടി പ്രതിസന്ധിയിലാവാതെ നോക്കുവാനും അതുപോലെ വളരെ ജനം വിലയിരുത്തുന്ന രീതിയിൽ മാതൃകാപരമായ നടപടികളിലേക്ക് കടക്കുന്നതിലേക്കും കോൺഗ്രസിന് ഈ പറയുന്ന വിവാദം സഹായിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ നടപടികളെ ജനം ഇരുകയും നീട്ടി സ്വീകരിച്ചു എന്നുള്ള ഒരു വലിയ വ്യത്യാസമാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് അങ്ങനെ നടപടിയെടുത്തപ്പോൾ അതോടൊപ്പം ഈ പറയുന്ന മുകേഷും ബാക്കിയുള്ളവരും ഒക്കെ ചർച്ചയാവുകയും അവരൊക്കെ സ്ഥാനമാനങ്ങളിൽ തുടരുന്നതും, ഈ പറയുന്ന മുകേഷിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോ ഈ സഖാക്കൾ തൊടുത്തുവിട്ട ന്യായീകരണങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും ചർച്ചയായി എന്നുള്ളതാണ്. അക്കൂട്ടത്തിൽ ലസിത നായർ എന്ന് പറയുന്ന പന്തളത്ത് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇവരുടെ മഹിളാ അസോസിയേഷന്റെ നേതാവ് വന്ന് തീവ്രത അളന്നതും വലിയ ചർച്ചയായി. തീവ്രത അളന്ന് അവസാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോ ലസിത നായർ 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ് നമ്മൾ വാർത്തകളിൽ കണ്ടത്. ഇത് ചുരുക്കി പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടം വിവാദം കോൺഗ്രസിന് വലിയ രീതിയിൽ അത് പ്രതിഫലിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അനുകൂല ഘടകമായി മാറി എന്നുള്ളതാണ്. രാഹുലിനെതിരെ എടുത്ത നടപടിയും പാർട്ടിയുടെ സ്റ്റാൻഡും KPCCയുടെ സ്റ്റാൻഡും പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാൻഡും ഒക്കെ വലിയ അർത്ഥത്തിൽ കോൺഗ്രസിന് അത് മെച്ചം ചെയ്തു എന്നുള്ളത് ഒരു ഭാഗത്ത് ഒരു ഘടകം തന്നെയാണ്. അതോടൊപ്പം തന്നെ VD സതീശന്റെ നിലപാടുകളും അയാൾ മുന്നോട്ട് വെച്ച ആശയങ്ങളും ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ജനുവരിയിൽ ഈ നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ വലിയ പദ്ധതികൾ, കാഴ്ചപ്പാടുകൾ കോൺഗ്രസ് UDF മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു മാനിഫെസ്റ്റോ തന്നെ പുറത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ആരെ? VD സതീശൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ VD സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ടീം UDF എന്ന് പറയുന്നത്. വലിയ ഒറ്റക്കെട്ടായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ
ഞാൻ പറഞ്ഞില്ലേ, സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ജനഹൃദയങ്ങളിലാണ് ഈ പാർട്ടി ഉള്ളത്, പ്രസ്ഥാനമുള്ളത്, അതല്ലാതെ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിൽ അല്ല എന്നുള്ളത്. അപ്പോ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന മുറവിളികളൊന്നും പലപ്പോഴും അത് കോൺഗ്രസിൻ്റെതായിരുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ UDF തൂക്കിയത് വലിയ ആത്മവിശ്വാസത്തോടു കൂടി സതീശന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മുന്നോട്ട് വെച്ച ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് വർക്കൗട്ടായി, എല്ലാ അർത്ഥത്തിലും വർക്കൗട്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടത്തില് രാഹുൽ മാങ്കൂട്ടം വിവാദം അത് കോൺഗ്രസിനെയും UDF-നെയും പ്രതികൂലമായിട്ടല്ല ഈ പറയുന്ന സ്വാധീനിച്ചത് എന്നുള്ളതാണ്. വളരെ അനുകൂലമാകുന്ന, അഡ്വാൻറ്റേജ് ആകുന്ന രീതിയിൽ കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാവുന്ന രീതിയിൽ രാഹുലിനെതിരെയുള്ള നടപടികൾ മാറി എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ രാഹുൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയല്ല ചെയ്തത്. രാഹുൽ വിവാദം പാർട്ടിക്ക് വലിയ രീതിയിൽ ഒരു അനുകൂല ഘടകമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ രാഹുലിനെ വെച്ച് കോൺഗ്രസിനെയും UDF-നെയും വീഴ്ത്താമെന്ന് തീരുമാനിച്ച പിണറായിക്ക് അവസാനം ആ തെരഞ്ഞെടുപ്പിന് പോളിംഗ് കഴിഞ്ഞും കയ്യിൽ മഷി പുരട്ടി വോട്ട് ചെയ്ത് ഇറങ്ങിയ പിണറായി ആ പറഞ്ഞ വാക്കുകള് അത് പിണറായിക്ക് തന്നെ തിരിച്ചടിയായി. ബൂമറാങ് പോലെ, റബ്ബർ പന്ത് പോലെ അത് പിണറായിയുടെ നെഞ്ചത്തേക്ക് തന്നെ തിരിച്ചു വന്നടിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. കൂട്ടത്തില് തക്കം കിട്ടിയാൽ VD സതീശനെ കൊത്തിക്കീറാൻ നടന്നിരുന്ന പല ആളുകളും, പിണറായി വിജയന് സ്വന്തം കാറിൽ കയറ്റി കൊണ്ടു നടന്ന ആളുകളുടെ വാക്കുകള്, വാ തുറന്നാൽ വിഷം മാത്രം തുപ്പിയിരുന്ന വെള്ളാപ്പള്ളി നടേശന് ആ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്തേറ്റ തിരിച്ചടിയായി ഇത് മാറി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? അതല്ലേ സംഭവിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും കൂടുതൽ ആക്രമിച്ച വ്യക്തി ആരാ? അത് VD സതീശനാ. VD സതീശൻ അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. പകരം പ്രവൃത്തിയിലൂടെ വെള്ളാപ്പള്ളി നടേശന് വായടപ്പൻ മറുപടി കൊടുത്തു. വെള്ളാപ്പള്ളി നടേശന്റെ വാർഡിൽ പോലും UDF വിജയിച്ച് കയറി എന്നുള്ളതാണ് അതിന്റെ വലിയ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്ത നിലപാടുകൾ അത് ഇവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലും ആണെങ്കിൽ പോലും അത് വലിയ അർത്ഥത്തിൽ കോൺഗ്രസിന് UDF-ന് അനുകൂല ഘടകമായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.